ഉപാധികൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന തുക, ആ തുക നമ്മള് ഈ പരിസ്ഥിതി സൗഹാർദ്ദ തെരഞ്ഞെടുപ്പിൽ കൂടി മിച്ചം വരുമ്പോൾ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് വേണ്ടി ആ തുക വിനിയോഗിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. നമ്മുടെ പ്രിയങ്കരായ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ MP, കോട്ടയത്തിന്റെ MP, നമ്മുടെ പ്രിയങ്കരായ ശ്രീ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടയ്ക്കാടാണ്. പുതുപ്പള്ളി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ് ആണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഈ തോട്ടയ്ക്കാട് ആശുപത്രി പണിയിൽ നിന്നും ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ 53 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഒട്ടേറെ സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ് ഈ തോട്ടയ്ക്കാട് ആശുപത്രി പണി എന്ന് പറയുന്നത്. അദ്ദേഹം ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ അസംബ്ലി പൊതു തെരഞ്ഞെടുപ്പാണ് കേരളത്തിന്. ആ ഒരു പിടവ് നികത്തുവാൻ ആർക്കും കഴിയില്ല. നമുക്കറിയാം, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലെ അദ്ദേഹത്തിന്റെ വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങള് ഈ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും ഹൃദയത്തില് അവരുടെ ഹൃദയമെടുപ്പായി ഇന്നും ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള നാമം നിലനിൽക്കുകയാണ്. അത്രമാത്രം ജനസ്വാധീനമുള്ള ഒരു ജനകീയ നേതാവായിരുന്നു പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ ഉത്സവങ്ങളായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പുതുപ്പള്ളിയിലെ ആവാലവൃത്തം ജനങ്ങൾ മണിനിറക്കുന്ന മഹോത്സവങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികരമായ ഒരന്തരീക്ഷമാണ് ശ്രീ ചാണ്ടി ഉമ്മന്റെ പ്രചരണ പരിപാടികൾ എല്ലായിടത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ച പോലെ തന്നെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങള് എല്ലാ സഹായം പ്രാർത്ഥന സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു. എല്ലാ പോയിന്റുകളിലും സ്ഥലങ്ങളിലും മുന്നണി ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കഴിച്ചത് കനത്തെ അവഗണന, ഒട്ടേറെ പദ്ധതികൾ തടസ്സപ്പെടുത്തുകയും വലിയ ഒറ്റ പ്രവർത്തി പോലും ആളുകളെ കണ്ട് അവരിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ച പണമുണ്ടാണ് മാതൃകാകരമായ വിധത്തില് 50 വീടുകളുടെ നിർമ്മാണം ഇവിടെ പൂർത്തിയാക്കി. രണ്ടാം ഘട്ടമായിട്ട് 100 വീടുകൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി 25 പുതിയ വീടുകളുള്ള പണികൾ ആരംഭിച്ചിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പും വളരെ നൂതന തെരഞ്ഞെടുപ്പില് നേരിടുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുകയെന്നുള്ളത് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാം. 27,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതുപോലെ തന്നെ ഉള്ള ഭൂരിപക്ഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് നൽകുവാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലും എല്ലാം കളച്ചുവയ്ക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. ആ ഒരൽപ്പ വിശ്വാസമാണ് ഐക്യജനാധിപത്യം നിൽക്കുന്നത്. ഈ പര്യടന പരിപാടികളും പ്രചരണങ്ങൾക്കുമെല്ലാം നമുക്ക് ആ ആത്മവിശ്വാസം അറക്കുത്തുറപ്പിക്കുന്ന വിധത്തിലുള്ള ജനപങ്കാളിത്തം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന ഒരു പ്രിയങ്കരായ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് കുറഞ്ഞ കാലത്തെ പ്രവർത്തനമുണ്ട്. ഈ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ വികസന രംഗത്ത് അടിസ്ഥാന സൗകര്യ രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇന്നത്തെ ജനങ്ങൾക്ക് അതൊക്കെ യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നത്രയും നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പുതിയവാക്കി നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ MP ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയങ്കനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സാം കെ വർക്കി, നമ്മുടെ ഏറെ പ്രിയങ്കരനായ നമ്മളെല്ലാവരെയും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ എന്നെ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും എല്ലാം പിടിച്ചു പറ്റിയ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ, സർവ്വവരെയും പ്രിയമുള്ളവരെ, ഉമ്മൻചാണ്ടി സാറിന്റെ ജന്മനാട്ടിൽ നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ കൂടിയായിരുന്ന നമ്മുടെ സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്ന പ്രിയങ്കനായ ശ്രീ ചാണ്ടി ഉമ്മൻ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റും ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജോഷി ഫിലിപ്പ്, പ്രിയപ്പെട്ട കുഞ്ഞു പുതുശ്ശേരി, മറ്റ് ആളുനീരായിട്ടുള്ള നേതാക്കളെ, ഘടകകക്ഷി നേതാക്കളെ, ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഞാൻ ദീർഘമായി സംസാരിക്കേണ്ടതായിട്ടില്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇനി 12 ജനങ്ങൾ കൂടിയാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു ആശങ്കയുമില്ല എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല. ആശങ്കയുടെ പ്രശ്നമല്ല. നമുക്ക് വേണ്ടത് ആവർത്തിച്ച് എല്ലാവരും പറയുന്നുണ്ട്, തിളക്കമാർന്ന ഉജ്ജ്വലമായിട്ടുള്ള വിജയം. ഒരുപക്ഷെ പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള വിജയം. എന്തിനു വേണ്ടിയാണ്? ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി നമുക്ക് പറയുവാനായിട്ട് കഴിയും. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. ഹൃദയത്തിലേക്ക് ഒരു പേരാണ് ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ. ആ ഓർമ്മകൾ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അദ്ദേഹം നൽകിയ നേതൃത്വം, കേരള സമൂഹത്തിന് ഈ രാജ്യത്തിനാകമാനം അദ്ദേഹം പകർന്നു നൽകിയ മാതൃക, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വേറെ എങ്ങും നോക്കേണ്ടതായിട്ടില്ല. സമാനതകളില്ലാത്ത മാതൃകയാണ് ആദരണീയനായ ഉമ്മൻചാണ്ടി സാറ് നമുക്ക് പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും നൽകിയത് എന്നുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കാണുകയുണ്ടായി. നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എടുത്ത ഒരു സമീപനം, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പക്ഷെ പ്രവൃത്തികൾ കാണിക്കണം. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം, ആ കടമ, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, അത് നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ചു. ഇതുപോലൊരു സദസ്സിൽ ഒരാളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് വളരെ സരസമായി ആദരണീയനായ ഉമ്മൻചാണ്ടി സാർ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. മാറി നിർത്തുന്നത് സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ ജനക്കൂട്ടം ആരോ എന്ന് പറഞ്ഞു, സാറേ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എടുത്ത തീരുമാനം ഈ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളുടെ ഇന്നത്തെ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ താൻ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുക, ഇത്ര ധിക്കാരവും ദാർഷ്ട്യവും ജനാധിപത്യ വ്യവസ്ഥയോട് ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണ്. ഇത് മാത്രമാണോ? ഇപ്പൊ വന്ന് നികൃഷ്ട ജീവിയിൽ തുടങ്ങി ചെക്കിൽ വന്ന് നിൽക്കുകയാണ്. ഇതിനിടയിൽ എത്ര പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഞാൻ എന്നെ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ സ്നേഹിതന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇത് അംഗീകരിക്കുന്നു? ഞാൻ ഒരുപോലെ അവരോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, ഒരു കാരണവശാലും ജനാധിപത്യ മര്യാദകളിൽ വിശ്വസിക്കുന്ന ആർക്കും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മുഖമുദ്രയാണ്. ഏത് വിഷയം എടുത്താലും കാപട്യമാണ്. ഇവിടെ ഇപ്പൊ കർഷകരുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? നെൽ കർഷകർ, കുട്ടനാട്ടിൽ ഞാനിന്നലെ കുട്ടനാട്ടിലായിരുന്നു, നെല്ല് കൊയ്ത് പാടത്ത് കിടക്കുകയാണ്. അവിടെ വീട്ടുകാർ വന്ന് നോക്കിപ്പോകുന്നു. കിഴിവ് സംബന്ധിച്ച് ഓരോരുത്തർ വരുന്നവർ ഓരോ തരത്തിലുള്ള കണക്കുകളാണ് പറയുന്നത്. എന്ത് പ്രതിബദ്ധതയാണ് ഈ ഗവൺമെന്റിനോട്? ഗവൺമെന്റ് പറയുന്നത് എന്താണ്? പണമില്ല എന്നാണ് പറയുന്നത്. പണമില്ല എന്ന് ഒരു വശത്ത് കൂടി പറയുകയും സർവ്വമാനം ദൂർത്തും നടത്തുന്നത് നമ്മൾ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ കാര്യത്തിൽ പണമില്ല എന്ന് പറയുന്നവർ പിന്നെ ആരുടെ കാര്യത്തിൽ പണം ഉണ്ടാക്കും? എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാർഷിക മേഖലയെ കുറിച്ചും കർഷകരെ കുറിച്ചും പറഞ്ഞത്? പ്ലാനിംഗ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച ആദ്യത്തെ യോഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു വാചകം പറയുകയുണ്ടായി. പ്ലാനിംഗ് കമ്മീഷനിൽ എല്ലാ വിദഗ്ധന്മാരുമുണ്ട്. വിവിധ കാര്യങ്ങളെ കുറിച്ച് രാജ്യങ്ങളെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ അത് വേണം ഇത് വേണമെന്നെല്ലാം പറഞ്ഞപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു കാര്യം പറഞ്ഞു, ഇതെല്ലാം നമുക്ക് ആവശ്യം. ഒരു നിവേദനം അദ്ദേഹത്തോട് ആഡംബര ബസ്സിൽ യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു മന്ത്രിയെ കൊണ്ട് വാങ്ങിപ്പിച്ചു.
അതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് കാണിച്ചിരുന്ന ആ മഹാനായ മനുഷ്യന്റെ ആ വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിന്റെ അവരുടെ നിലപാട് എന്താണെന്ന് അവർ സുവ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് വീണ്ടും ഊട്ടിയുറപ്പിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റൻ ചാണ്ടിത്തിന് ഞാൻ ഉജ്ജ്വലമായ വിജയം ആശംസിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടെ വളരെ വിജയപൂർവ്വം നിങ്ങളെല്ലാം അനുമതി കൊടുക്കും. ഹൈബ്രിഡ് സൈക്കിളല്ല, കൗണ്ടി ഇവിടെ വന്നിരിക്കുന്ന ശ്രീ നിതിൻ ഗണപതി പോയോ നൽകിയതില്ല. പ്രിയപ്പെട്ട നിതിൻ ഗണപതി, പ്രിയപ്പെട്ട ജെയ്സൺ തിരുവേലി, പ്രിയപ്പെട്ട മറ്റ് നേതാക്കന്മാർ, പ്രിയപ്പെട്ട അതുപോലെ രണ്ട് സഹപ്രവർത്തകർ, ഒരാള് രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന രവീന്ദ്ര ദത്ത്, ഹരിയാനയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രമോദ് റാവു, രണ്ടുപേരും എന്റെ കോർഡിനേറ്റർമാരായിരുന്നു. ഞാൻ ഔട്ട്റീച്ചിൽ ചേർക്കാനായിരുന്നു. രണ്ടുപേരും വന്നിട്ട് പ്രിയപ്പെട്ട രവീന്ദ്രേട്ടൻ, പ്രിയപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരെ, പ്രിയപ്പെട്ട സതീശൻ പുതുപ്പള്ളി വ്യവസ്ഥയുടെ സർക്കാർ പ്രിയപ്പെട്ടവരെ, ഏതായാലും ഇന്ന് പുതുപ്പള്ളിയിലെ പരിപാടി ഇന്നിവിടെ തുടങ്ങുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. 2 വർഷം മുമ്പ് സുഹൃത്തായി ഞാൻ കാണുമെന്നുള്ളത് ആ വാക്ക് പൂർത്തീകരിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. 42 വീടുകൾ പണി പൂർത്തിയാക്കുവാൻ 2.5 വർഷക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വിദ്യാ ജ്യോതി അടക്കമുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ മാത്രമല്ലാത്ത പരിപാടി ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി വിക്കാൻ എന്ന് പറഞ്ഞ സംഘടനയുമായി ചേർന്ന് നടത്തിയ പരിപാടിയാണ് അത്. നമുക്ക് അതിലൂടെ ഒത്തിരിയേറെ കുട്ടികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുവാനും അവർക്ക് മറ്റുള്ള കോഴ്സുകളിൽ ട്രെയിനിങ് എടുക്കുവാനും ഒക്കെ സാധിച്ചു. അതുകൊണ്ട് അതുൾപ്പെടെയുള്ള പരിപാടികൾ നമുക്ക് കഴിഞ്ഞ 2 വർഷക്കാലം സാധിച്ചു. അങ്ങനെ ഒരു പരിപാടികൾ മുന്നോട്ട് വന്നുകൊണ്ടാണ് നമ്മൾ 100 വീടുകൾ ചെയ്യുവാൻ തീരുമാനിച്ചത്. ആ 100 വീടുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബസ്സും ബാംഗ്ലൂർ പോസ്റ്റും ഒഴിവാക്കിയത്. തീർച്ചയായിട്ടും വലിയ നല്ലൊരു തീരുമാനമായിട്ടാണ് ഇന്ന് പൊതുസമൂഹം ഇതിനെ കരുതുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് കാണാനുണ്ട്. ശരിക്കും നല്ല തീരുമാനം. കാരണം ചെലവ് വളരെയധികമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വലിയ തലവേദന പിടിച്ചിരിക്കുന്നത് മാത്രമല്ല, എവിടെയെങ്കിലും പോസ്റ്ററും പെൻസിലും വെച്ചാൽ സെന്ററെല്ലാം എടുത്തു കളയുന്ന ചില ടീമുകളുണ്ട്. ഒഫീഷ്യലായിട്ട് എടുക്കുന്നതല്ല, അല്ലാതെ അൺഒഫീഷ്യലായിട്ട് എടുത്തു കളയുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പൊ അടിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ചിലർ അടിച്ചു തരുന്നുണ്ട്. എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അതുകൊണ്ട് ഇനി ഒരു സൂപ്പർ സ്ട്രക്ചർ ഈ അടിസ്ഥാനത്തെ ആസ്ഥാനമാക്കി അതിനെ ബേസ് ചെയ്ത് സൂപ്പർ സ്ട്രക്ചർ വേണം. ആ സൂപ്പർ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുന്ന ഒരു സമയമാണ്. IT ഹബ്ബാവുന്ന പുതുപ്പള്ളി, സ്പോർട്സിന്റെ ഹബ്ബാവുന്ന പുതുപ്പള്ളി, കൃഷിയുടെ സെന്ററാവുന്ന പുതുപ്പള്ളി, നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉമ്മൻചാണ്ടി സ്വപ്നമായിരുന്നു. പക്ഷെ 10 വർഷം ഈ സർക്കാർ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉമ്മൻചാണ്ടി വിഭാവന ചെയ്തതുപോലെ തന്നെ നമുക്ക് വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തോട്ടക്കാട് ആശുപത്രിയുടെ കാര്യത്തിലും വലിയ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. രോഗിയെ പ്രതിസന്ധി നേരിടുക. പലതവണ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സർക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ ഞാൻ പരാജയപ്പെട്ടു എന്ന് തുറന്ന് സമ്മതിക്കപ്പെട്ടു. ഈ പുതുപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി സർക്കാരിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. അത് നടന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം സമരമൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ റോഡിന്റെ കാര്യം വന്നാലോ, തോട്ടയ്ക്കാട് പെരുമേശ്ശി റോഡ്, ആ തോട്ടയ്ക്കാട് പെരുമേശ്ശി റോഡിൽ പെരുമേശ്ശി വരെ റോഡ് നന്നാ, ചങ്ങനാശ്ശേരി വരെ റോഡ് നല്ലതാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ജോബ് മേക്കർ എന്നല്ല എന്നെ കാണും പറയും, എന്താ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയാത്തെ, എന്താ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയാത്തെ. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ പലതവണ പറഞ്ഞിട്ട് കേൾക്കാൻ തയ്യാറില്ല. കാരണം പുതുപ്പള്ളിയോട് അവർക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം. അപ്പൊ ആൾക്കാര് വിചാരിക്കും നമ്മൾ ഇടപെടാത്തിട്ടുണ്ടാവും. പലതവണ അവസാനം എന്തായി, 2 റോഡുകൾ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതുവരെ പണി തടയുകയാണ്. ചെറുതായിട്ട് ഒരു കാര്യമുണ്ടോ, ഒരു പണി വേറൊരു പാലമുണ്ട് മീനടുത്ത്, ആ പാലം പൊളിക്കുവാനുള്ള ഉദ്ഘാടനം നടത്തി, പൊളിക്കുക മാത്രം നടത്തി. ഇങ്ങനെയാണ് പുതുപ്പള്ളിയോടുള്ള 2 ദിവസം സമീപം. ആ തിരുത്തുവാൻ നമുക്കൊരു ഉറപ്പുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞൊരു ഉറപ്പ്,
UDF സർക്കാരിനും പുതുപ്പള്ളിക്ക് പലിശ സഹിതം നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ തിരിച്ചു തരും എന്നുള്ള വാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഒരു റിപ്പോർട്ട് കിട്ടുക. നമ്മുടെ ആദരണീയനായ നേതാവ് രാഹുൽ ഗാന്ധി 30-ാം തീയതി അദ്ദേഹം വരികയാണ് നമ്മുടെ നാട്ടിലോട്ട്. നമ്മുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം ഏറ്റുമാനൂരും ഇവിടെയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ ആ പരിപാടിയിൽ ഇപ്പോൾ ഓരോരുത്തരും വന്ന് പങ്കെടുക്കണം ഈ അവസരത്തിൽ കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു എല്ലാവരെയും നിങ്ങളുടെ സ്നേഹവും കരുതലുമാണ് എന്നെ എത്ര നാൾ പിടിച്ചു നിർത്തിയത്. ഇനിയും നിങ്ങളുടെ കരുതലും സ്നേഹവും കാണും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തിച്ച് നൽകി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കടന്നു വന്ന ആദരണീയ എംപിയോട് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. എല്ലാവർക്കും ഒറ്റ വാക്കുകൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി പരിഗണനത്തിനായി എല്ലാവരും വാഹനത്തിന്റെ പിന്നിൽ അണിഞ്ഞു കെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ മീറ്റിംഗ് അവസാനിച്ചിരിക്കും. നമ്മുടെ പരിഗണന വാഹനത്തില് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പരിപാടിയിലൂടെ കടന്നു വരാം. ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി ുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ചാണ്ടിയമ്മനായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നമ്മെ നയിക്കുവാൻ, നമ്മുടെ നാടിനെ നയിക്കുവാൻ, നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ പന്താവിൽ പുതുപുത്തൻ നാടുകെട്ടുകൾ സമ്മാനിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ചാണ്ടിയമ്മനായി പുതുപ്പള്ളി മണ്ഡലത്തിലെ അപമാനം അർഹരായ 48 ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ട് 35 ലക്ഷത്തിൽ പരം രൂപ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകിക്കൊണ്ട് ജനങ്ങളോടൊപ്പം നമ്മളോടൊപ്പം പുതുപ്പള്ളിയോടൊപ്പം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ ഏത് പോയിന്റിൽ ചെന്നാലും സ്വീകരണ സ്ഥലത്തിന്റെ മുൻപിൽ നിങ്ങൾ നിർത്താവുള്ളൂ. ഒപ്പം നിർത്തരുത്. മുമ്പോട്ട് വയ്ക്കോളൂ. അതിനുവേണ്ടി മഹാരാഷ്ട്രയിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയാണ് അദ്ദേഹം എത്തിയത്. നിതിൻ ഗണപതി ഫ്രം മഹാരാഷ്ട്ര. പ്രിയപ്പെട്ട നിതിൻ ഗണപതി, അദ്ദേഹം പാർട്ടിയോടുള്ള സ്നേഹം, ഇതാണ് യഥാർത്ഥ പാർട്ടി സ്നേഹം. ഈ രാജ്യത്ത് ചിലർ കോൺഗ്രസിനെ തീർക്കുമെന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം ഇന്ത്യയിലെ കോൺഗ്രസിനെ ഒരു ശക്തിക്കും തകർക്കാനാകത്തില്ല എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ നാട്ടിലേക്ക്, പുതുപ്പള്ളിയിലേക്ക്, ഉമ്മൻചാണ്ടിയുടെ മണ്ണിലേക്ക് आप जगह पे उनका इधर का जो पूर्व विधायक 53 साल इधर से एमएलए रहा, इस पार्टी के लिए पूरा जीवन दिया, जान दिया, तो आपको मैं स्वागत करता हूँ पुदुपल्ली में. बहुत बहुत धन्यवाद आपके आने पे. हम सब बहुत खुश हैं और बहुत बहुत धन्यवाद आने के. ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രചരണ പരിപാടി മുമ്പേക്ക് കടന്നു പോകും. തീർച്ചയായിട്ടും മുമ്പ് കാണണം.
അറിഞ്ഞുകൊണ്ട് എന്നും എക്കാലവും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പുതുപ്പള്ളിയുടെ യുവനായ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയോരായിരം പൂച്ചെണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടിയുമ്മനിതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബൈക്കുകളെല്ലാം മുന്നോട്ട് പോട്ടെ, അടുത്ത പോയിന്റോട്ട് പോട്ടെ. ബൈക്കുകളെല്ലാം ഇവിടെ ഒന്നും നിൽക്കണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒപ്പം ഈ 2.5 വർഷത്തിന് ശേഷം വീണ്ടും വോട്ട് ചോദിച്ചു വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം, അതിര് അഭിമാനം. നിങ്ങളോടൊപ്പം ഞാൻ ഒരു സഹോദരനായി മകനായി കാണും എന്ന് പറഞ്ഞിരുന്നു. അത് പൂർത്തീകരിച്ചുകൊണ്ട് 35 ലക്ഷം രൂപ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകി. 48 നമ്മുടെ നാടിന്റെ ഓരോ നാടിൻ സ്പന്ദനങ്ങളും അറിഞ്ഞുകൊണ്ട് എന്നും എക്കാലവും നമ്മോടൊപ്പം സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, നിങ്ങൾ ഇവിടെ നൽകിയ കൃത്യമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ബൈക്കുകളെല്ലാം മുന്നോട്ട് പൊയ്ക്കോളാം, ഇവിടെ ആരും നിൽക്കണ്ട, ബൈക്കുകളെല്ലാം മുന്നോട്ട്. പ്രിയപ്പെട്ട ഏവരുമേ, നിങ്ങൾക്ക് കൃത്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം ഒരു മകനായി സഹോദരനായി ഞാൻ കാണും എന്ന് ഞാൻ പറയുന്നു. നിങ്ങളോടൊപ്പം അത് പൂർത്തീകരിച്ചുകൊണ്ട് 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ 48 വീടുകൾ ഈ നാടിന് വേണ്ടി നിർമ്മിക്കാനും 100-ലേറെ വീടുകൾ ഇനിയും നിർമ്മിക്കാനും നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് 25 വീടിന്റെ തറ എന്റെ നിലപാട്. നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഒരു സഹോദരനായി, മകനായി, എന്റെ പിതാവ് ഈ നാടിനെ സ്നേഹിച്ച ഈ വരെ സർവ സാധനങ്ങളിലും വിലകൂട്ടിക്കൊണ്ട് ജനജീവിതം ദുസ്സഹമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടിയുമ്മനിതായി വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. കടന്നു വന്ന വലിയ ആഹ്ലാദപരത്തെ ജനങ്ങൾ നൽകിയ ബൈക്കുകൾ മാറ്റിക്കേ, ബൈക്ക് കൊണ്ട് പോകണ്ട, ലക്ഷംവീട് കോളനിയിലേക്ക് ബൈക്ക് പോകണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ സ്നേഹം എന്നോടൊപ്പം കാണണം. നിങ്ങളുടെ മകനായി, സുഹൃത്തായി, വഴികാട്ടിയായി ഞാൻ എന്നും കാണും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വലിയ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ നിങ്ങളുടെ അംഗീകാരം തീർച്ചയായിട്ടും ഈ നാടിനെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നയിക്കുവാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് എന്നും ഞാൻ കാണും എന്ന് പറയാൻ അവസരമെടുക്കുക. നമുക്ക് പുതുപ്പള്ളിയെ പുതിയൊരു ഇടമാക്കി നമുക്ക് മാറ്റണം. പുതിയൊരു സ്പോർട്സിന്റെ സെന്ററായി, കൃഷിയുടെ സെന്ററായി, അതുപോലെ തന്നെ ഐടിയുടെ ഹബ്ബാക്കി നമ്മുടെ പുതുപ്പള്ളിയെ മാറ്റണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ബൈക്കൊന്നും അങ്ങോട്ട് കയറണ്ട. ഈ അനൗൺസ്മെന്റ് വാഹനവും സ്ഥാനാർത്ഥിയുടെ ഈ പ്രകടന വാഹനവും മാത്രം ആ ഭാഗത്തേക്ക് പറയുന്നു. നമ്മെ നയിക്കുവാൻ, നമ്മുടെ നാടിനെ നയിക്കുവാൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ സ്കൂട്ടറിൽ കടന്നു വരുന്നു. വളരെ വിലയേറിയ ഓരോ സമ്മതിദാന അവകാശങ്ങളും നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സമ്മതിദാനാവകാശങ്ങൾ ചാണ്ടിയമ്മന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പറ്റത്തിൽ നൽകി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചോളും അപേക്ഷിച്ചോളും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, അപ്പയോടൊപ്പം നിങ്ങളുണ്ടായിരുന്നു 53 വർഷക്കാലം. അതിനുശേഷം 2.5 വർഷക്കാലം എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം നൽകി എന്നെ വിജയിപ്പിച്ചു, MLA ആക്കി. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ഒരിക്കൽ കൂടി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ വിജയിച്ചാൽ നിങ്ങളൊപ്പം ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലം ഉണ്ടായിരുന്നവർ ഇനിയും കാണും. ഒരു മകനായി, സുഹൃത്തായി, വഴികാട്ടിയായി കാണും. നമുക്ക് പുതിയൊരു കാലഘട്ടത്തിലേക്ക് നയിക്കണം. പുതുപ്പള്ളിയെ പുതിയൊരു ഐക്യയുടെ സെന്ററാക്കി ഈ നാടിന്റെ വിജയം, നാടിന്റെ ഇവിടുത്തെ വിജയം എല്ലാവരും കൈപ്പറ്റിക്ക് ഒരു സെക്കൻഡ്
ഇവിടെ പറയും നമ്മുടെ ആള് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളോട് വോട്ടായി നമ്മുടെ സ്വന്തം ചാണ്ടിയമ്മ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കടന്നുവരുന്ന വഴിത്താരയിൽ അമേശാജനമായ സ്വീകരണം ഏറ്റുവാങ്ങി സ്നേഹവും കാരുണ്യവും കൊണ്ട് ജനഹൃദയങ്ങളെ നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടി ഉമ്മനതായി വാഹനത്തിൽ സഹോദരന്മാരെ ഗുരുജനങ്ങളെ, നിങ്ങളോട് നൽകിയ സ്നേഹോഷ്ണമായ സ്വീകരണത്തിന് മീനടങ്കാരുൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങൾ 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു സുഹൃത്തായി വഴികാട്ടി എന്നും കാണും, ക്ലിയറായി കാണാം. 35 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് 48 വീടുകൾ ഈ നാട്ടിൽ തീർക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വിവിധ സ്രോതസ്സുകൾ നമ്മുടെ 52 വിദ്യാഭ്യാസം കൂടി അതൊക്കെ ഉള്ള ഇവിടെ നടപ്പിലാക്കി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ചു. നിങ്ങളോടൊപ്പം ഇനിയൊരു അവസരം കൂടി തന്നാൽ അതോടൊപ്പം കഴിഞ്ഞ നാൾ ഇവിടുത്തെ അച്ഛന്മാരെ അമ്മമാരെ വിജയം ചേർന്ന് പിടിക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യ ചാണ്ടി ഉമ്മനിത കടന്നു വരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ നിങ്ങളെ കാണുന്നതിന് വേണ്ടി തീരം പഠിക്കൽ കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യോഗ്യ പ്രകാരമുള്ള മറ്റ് സ്കോളർഷിപ്പുകൾ എല്ലാം നൽകുവാൻ സാധിച്ചു. നിങ്ങളോടൊപ്പം അടുത്ത 5 വർഷവും അങ്ങനെ കാണും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് 100 വീടുകൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫ്ലെക്സോ ബാനറോ വെച്ചിട്ടില്ല. കാരണം ഫ്ലെക്സിലല്ല, നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലാണ് എന്റെ സ്ഥാനം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വലിയൊരു സ്വപ്നം, ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി, എല്ലാവർക്കും ഭവനമുള്ള പുതുപ്പള്ളി, ആ പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അത് പെട്ടെന്ന് സാധ്യമാവുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ആ ഒരു പ്രവർത്തനത്തിനായി ഞാൻ കൂടുതൽ കാണും. ഇവിടെ കൂടെ വന്ന എല്ലാ സ്ഥാപനത്തിനെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ തന്ന സമയത്തിന് ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കൊടുക്കുന്നു. വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷകൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത പതിലേക്ക് നീങ്ങുന്നു. കടന്നു പോവുകയാണ്. നമ്മെ നയിക്കുവാൻ, നമ്മുടെ നാടിനെ നയിക്കുവാൻ, നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ പന്താവിൽ പുതുപുത്തൻ നാടികക്കല്ലുകൾ സമ്മാനിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ചാണ്ടി ഉമ്മനിതായി വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു. കടന്നു വന്ന വഴിത്താറുകളിൽ ആബാലവൃത്ത ജനങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മനിത കടന്നുവരുന്നു. ബൈക്കുകൾ മുന്നിലേക്ക് പോകുന്നു. ബൈക്കുകൾ അടുത്ത പോയിന്റിലേക്ക് നീങ്ങിക്കോളൂ. മാരത്തോട് കവന വഴി തച്ചമുണ്ട്. മാരത്തോട് വലത്തേക്ക് തിരിഞ്ഞ് ഇടത്തോട്ട് പോയി നമ്മുടെ ആറാട്ടേക്ക് പോകുന്ന വഴി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും
സമ്മതിദാന അവകാശങ്ങൾ പുത്രൻ ചാണ്ടിയുമ്മനിത ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഹലോ, നാരകത്തോട് കവല, നാരകത്തോട് കവല. ഹലോ, വലത്തോട്ട്, ഇടത്തോട്ട്. ഓക്കെ. പൂച്ചത്തുകൾ അർപ്പിച്ചുകൊണ്ട് ഈ മണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന്, ഈ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, മാറ്റേണ്ട ബോധത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, 2.5 വർഷം മുമ്പ് ഞാനൊരു വാക്ക് തന്നിരുന്നു, ഞങ്ങളോടൊപ്പം മകനായ സഹോദരനായ സുഹൃത്തായി കാണും എന്നുള്ള ആ വാക്ക് പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി 48 ഭവനങ്ങളും 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, അതുകൂടാതെ ഉമ്മൻചാണ്ടി വിദ്യാജ്യോതിയുടെ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ, അതുപോലെ ഡോൺ ബോസ്കോ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ആയി ചേർന്നുകൊണ്ട് ഫുട്ബോൾ ട്രെയിനിങ് ഒക്കെ നടത്തുവാൻ സാധിച്ചു. അങ്ങനെയുള്ള 2.5 വർഷമാണ് കഴിഞ്ഞു പോയത്. ഇന്നലത്തെ പോലെ തോന്നുകയാണ്. നിങ്ങൾ എന്റെ പിതാവിന്റെ നിര്യാണത്തിന് ശേഷം എന്നോടൊപ്പം നിന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഇനി അടുത്ത 5 വർഷം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ മകനായി സഹോദരനായി സുഹൃത്തായി കാണും എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങുന്നു. നന്ദി. നിങ്ങളുടെ പേര് വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക. കൈപ്പത്തിച്ചിട്ടും നന്ദി. നമസ്കാരം. ജയൻ ജയപാൽ. എല്ലാവർക്കും നന്ദി. ഹൃദയത്തിന് ഭാഷ കൊടുക്കുന്നു. പെട്ടെന്ന് ബൈക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടിയുമ്മനിത നിങ്ങളെ നേരിൽ കാണുന്നതിനും വോട്ടഭ്യർത്ഥന കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങളെ കണ്ട് സംസാരിക്കുന്നതിന് ക്ഷണിച്ചോളും. വർഷം മുമ്പ് ഞാനിവിടെ വന്ന ഒരു വാക്ക് തന്നിരുന്നു, നിങ്ങളൊപ്പം ഒരു മകനായി സഹോദരനായ സുഹൃത്തായി എന്നും കാണും. ആ വാക്ക് പൂർത്തീകരിച്ച് 35 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ചേർന്നു നിൽക്കുന്ന പുതുപ്പള്ളിയുടെ യുവതാരകം ചാണ്ടിയുമ്മനിത കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കടന്നു വരുന്നു.
വാഹനങ്ങൾ മുൻപോട്ട് വെക്കേ